ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വോക്ക്. ഞാൻ ഒരു ബിഗ് മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. കൂടെ ഞാൻ മാത്രമല്ല, നന്ദൂസും ഉണ്ട് കേട്ടോ. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് റിട്ടേണും എടുത്തു കേട്ടോ. എന്നിട്ട് അവിടുന്ന് പല്ലാവരത്തേക്കുള്ള ട്രെയിൻ കയറി. അപ്പോൾ നന്ദൂസ് നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇങ്ങനെ എടുക്കണം, മനസ്സിലായ ഇങ്ങനെ എടുത്താൽ നല്ല വെയിലാണ് ഗീസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പല്ലാവരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ മാർക്കറ്റിലേക്ക്. നമ്മുടെ ബിഗ് മാർക്കറ്റാണ് ഈ പല്ലാവരം മാർക്കറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാനും നന്ദും കൂടെ ഇപ്പോൾ ഈ വെയിലത്ത് കുടയും ചൂടി നടക്കുകയാണ്. ഞങ്ങൾ പാളത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ പൂട്ടി ഞങ്ങൾ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുകയാണ് ഗേസ്. കേട്ടോ, റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് ഞങ്ങൾ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എല്ലാവരും സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതല്ല. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഒരു കമ്പനിയുടെ ഒരു വീട് കാണുന്നില്ല ഗേസ്. ഈ വഴിയാണ് നമ്മൾ പല്ലാവരം മാർക്കറ്റിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അയ്യോ വെയില്. ഈ വഴി പോയാലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുന്നത് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നതാണ് ഗേസ്. പിന്നീട് ഫ്രിഡ്ജാണ് ശ്രദ്ധിച്ച് നടക്കുന്നുണ്ട്. ഈ കച്ചറ ഉണ്ടാക്കാതെ എന്തൊക്കെയും മണക്കുന്നുണ്ട് ഗേസ്. ഇവിടെ നൂറ് സംഭാരട്ടോ കുടിക്കണം. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് മാർക്കറ്റിലേക്കുള്ള വഴി പറഞ്ഞു തന്നത്. അപ്പം ഞങ്ങൾ ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ഒരു സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. ഈ ഒരു ചൂടിന് സോഡ കുടിക്കാൻ നല്ല ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുറ്റും നോക്കി കേട്ടോ. ഈ വഴി അവർ നേരിട്ട് സ്ട്രെയിറ്റ് പോയാൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ മാർക്കറ്റിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഇതുള്ളത്. ഇവിടെ ഫുള്ള് ഫസ്റ്റ് തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഉണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കൂടാതെ കുറച്ച് പച്ചക്കറിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണോ സ്ട്രീറ്റ്, ഇതാണോ മാർക്കറ്റ് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. ചക്ക ഇഷ്ടംപോലെ അവിടുന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ നമ്മുടെ സീതാപ്പേട്ട മാർക്കറ്റിലും കാണുന്നതല്ലേ, ഇതെന്ത് സ്ട്രീറ്റ്. പിന്നെ കുറേ നടന്നു കേട്ടോ. പല ഐറ്റംസും ഫുഡായാലും നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ ബാഗ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം അവിടെ ഇവിടെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നടന്ന് പിന്നെ നമ്മളെ ഇത് കണ്ടില്ലേ, എന്താ പറയുമെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഞേറക്കായ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. പിന്നെ നമ്മൾ എവിടെയും കാണാത്ത ഒരു തരം ഫ്രൂട്ട്സ് കേട്ടോ. ഞാനതിന് ചോദിച്ചു എന്താണ് ആ ഫ്രൂട്ട്സിൻ്റെ പേര്. അവരെന്തോ പേര് പറഞ്ഞു, എനിക്കത് ഞാൻ കേട്ടില്ല കേട്ടോ. പിന്നെയും ചോദിക്കേണ്ട അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങ് പോന്നു. അപ്പോൾ പിന്നെ കണ്ടത് നമ്മുടെ ഉള്ളിയുടെ ഒരു കമനീയ ശേഖരം. ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സീതാപ്പേട്ടിൽ ഇത്ര ഒന്നുമില്ല കേട്ടോ. സീതാപ്പേട്ടിൽ നമുക്ക് ചെറിയ ചെറിയ കൊട്ടകളിലാക്കിയിട്ടാണ് ഉള്ളികൾ ഇതൊക്കെ വിൽക്കാറ്. ഇത് ഫുള്ള് അവിടെ മാർക്കറ്റിൽ ചെരിഞ്ഞ പോലെയാണ് കണ്ടത്.
ഇതൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള പൊടികളും പിന്നെ എണ്ണകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നന്ദു പെറ്റ്സ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ കണ്ടു ഇവിടെ ഇഷ്ടം പോലെ പെറ്റ്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയേട്ടാ. അവിടെ നമ്മൾ കുളത്തൂരിൽ കണ്ട പോലെ തന്നെ ഇഷ്ടംപോലെ ലവ് ബേർഡ്സും കിളികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനിത് കണ്ട് കണ്ട് മടുത്തതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് തോന്നി. പക്ഷേ അത്രക്കും ഭംഗിയുള്ള ലവ് ബേർഡ്സും പാരറ്റ്സും ഒക്കെയാണ് കേട്ടോ. നമ്മളോട് നിന്ന് പോകും, കണ്ടു നിന്ന് പോകും ഇതൊക്കെ കണ്ടാൽ വീഡിയോ എടുക്കാനല്ലോ. ഈ ഒരു പല്ലാവരം മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രൈഡേ മാത്രം ഓപ്പൺ ആകുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. വേറെ ഒരു ദിവസവും ഇത് ഓപ്പൺ ആവില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓപ്പൺ ആകുമ്പോൾ ഫുൾ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാനതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഇവിടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇവിടെ വിൽക്കുന്നുണ്ട്. നിറയെ പേരാണ് ഈ ഒരു ഫ്രൈഡേ മാർക്കറ്റിൽ എത്തുന്നത്. കുറേ ആൾക്കാർ വണ്ടിയൊക്കെ വിളിച്ച് വന്നിട്ടാണ് ഈ ഒരു ഐറ്റംസും എന്തായത് ഈ ഫ്ലവേഴ്സും എല്ലാം വാങ്ങാൻ വേണ്ടി വരുന്നത് അവിടെ. ഞാനിവിടുന്ന് കുറേ റോസിൻ്റെ കുറേ വീഡിയോസ് ഷോർട്സായിട്ട് എടുത്തിട്ടോ. നല്ല വെയിലായിരുന്നു. ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷെൽട്ടർ പോലൊന്നുമില്ല. അവർ ചെറിയ ചെറിയ എന്താ പറയുക ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ കുടയില്ലേ അത് വെച്ചിട്ടാണ് അവർ അവിടെ വിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുടയും ചൂടിയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. കാരണം ആ വെയിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു സമയത്ത് മാത്രമേ ആകെ ഒരു 5-6 മണിക്ക് ഇത് ക്ലോസ് ആകും. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വന്നതാണ്. പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ. പല സ്ഥലത്തു നിന്നും ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു നീണ്ടു കിടക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സ് മാത്രമല്ല, അങ്ങോട്ട് നമുക്ക് വീട്ടിൽ ആവശ്യം വേണ്ട എല്ലാ ഐറ്റംസും A to Z ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും പിന്നെ അതുപോലെ തന്നെ കൊക്കോപീറ്റും പിന്നെ புரியாது இது பஞ்சகவியம்னா 1 லிட்டர் 100 ரூபா. செடிக்கு நோய் வராமல் இருக்கு. இந்த கோழி தீனியில் என்ன கேட்கறது? புரியல. கோழி தீனி டிவியா? டிவியில் ஒரு தீனி அல்ல, தீனி தீனி கோழி கோழி நோயில் அது இந்த லெஃப்ட்லேயே திரும்புங்க. ஃபர்ஸ்ட் டைம் சவுத் வர மாதிரி இருக்கு. ഇതെന്നാ? அது டிஏபி பூ பூக்கிறதுக்கு மருந்து. ചെടിക്ക് പൂ പൂക്കത്തില്ല. ചെടികൾക്ക് രോഗം വരാതിരിക്കാനുള്ള എല്ലാ മരുന്നുകളും ഇവിടെ ലഭ്യമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അതാ ഡോഗിൻ്റെ സെക്ഷനിലേക്ക് പോകണം കേട്ടോ. ഡോഗ് പലതരം ഡോഗ്സ് ഉണ്ട് ഇവിടെ. വൈറ്റായിട്ടും ഇങ്ങനത്തെ കോഫി ബ്രൗൺ കളറിലുള്ള എന്തോ അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഡോഗിനെ. പക്ഷേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാനും എനിക്ക് താല്പര്യമില്ല കേട്ടോ. അവൻ കുറേ ടൈം ഇതിനെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ അങ്ങോട്ടുള്ളത് ഫുൾ പെറ്റ്സിൻ്റെ ഒരു ശേഖരം തന്നെ കേട്ടോ. നിങ്ങൾ കാണാം. ഓക്കെ.